പത്തനംതിട്ട കോന്നിയിലെ വാഹനാപകടത്തിലെ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. കണ്ണീരോടെ വിട നൽകുകയാണ് നാട്. മൃതദേഹം പൂങ്കാവ് പള്ളിയിലേക്ക് ഉടൻ എത്തിക്കും. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ 1 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അലമീൻ ചേരുന്നുണ്ട്. അലമീൻ, വിവാഹം കഴിഞ്ഞ സ്ഥലത്ത്, പിറന്നാളുകൾ ആഘോഷിക്കാൻ ബാക്കി വെച്ചിരുന്ന സ്ഥലത്ത് ചേതനയേറ്റ ശരീരങ്ങളായി അവർ രണ്ടുപേരും, അച്ഛനും 2 അച്ഛന്മാരും മക്കളും എത്തി എന്നുള്ളതാണ്. നാടിനും ബന്ധുക്കൾക്കും താങ്ങാനാവാത്ത വിധം വലിയ കാഴ്ചകളാണ്. ഒരു കുടുംബത്തിലെ 4 പേർ, അതും സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കെ പൊലിഞ്ഞുപോയ വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. പള്ളിയിലേക്ക് 4 പേരുടെയും ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ ഇപ്പോൾ? അരുൺ, വീട്ടിൽ നിന്ന് 4 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം 4 പേരുടെയും ഭൗതികദേഹം ഈ പള്ളിയിലെത്തും, എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി അധികൃതരും ഇടവകാംഗങ്ങളും മറ്റു കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് പള്ളിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് പൊതുദർശനം ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയിലാണ്. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി പള്ളി കത്തോലിക്ക പള്ളിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 12 മണി വരെ ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി മറ്റ് സംസ്കാര ശുശ്രൂഷ നടപടികൾ ആരംഭിക്കും. 12:30 സംസ്കാര നടപടികൾ പൂർത്തിയാക്കുമെന്നുള്ളതാണ് പള്ളി അധികൃതർ ഇടവകാംഗങ്ങളൊക്കെ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 30-ാം തീയതി ഇതേ പള്ളിയിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അതിനുവേണ്ടി ആളുകൾ കൂടിയിരുന്നു. അത് അനുവിൻ്റെയും നിഖിലിൻ്റെയും പുതിയൊരു ജീവിതയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നതിനും അതിനെ ആശീർവദിക്കുന്നതിനും വേണ്ടിയൊക്കെയായിരുന്നു ഈ പള്ളി അങ്കണത്തിൽ, ഈ പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിൽ അന്ന് പള്ളി ഇടവകാംഗങ്ങളും മറ്റു നാട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ ഒത്തുകൂടിയിരുന്നതെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച് ആശീർവദിച്ചു വിട്ട 2 പേർക്ക് അന്ത്യയാത്രയ്ക്കുള്ള ഇടവും ഇവിടെ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്ത. അതിനുവേണ്ടി യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി അവർ നാട്ടുകാരെല്ലാവരും എത്തി നിൽക്കുന്നു. എല്ലാവരുടെയും മുഖത്ത് നമുക്ക് ദുഃഖം തലകിട്ട് നിൽക്കുന്നത് കാണാം. വല്ലാത്ത നിർവികാരതയോടുകൂടി നിൽക്കുന്ന ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 4 പേരുടെയും മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് വ്യൂഹം ഇവിടേക്ക് വരികയാണ്. അരുൺകുമാർ, വീടുകളിൽ നിന്ന് ബിജു പി ജോർജ്, മത്തായി പൻ, നിഖിൽ പൻ, അനു ജോർജ്, അങ്ങനെ 4 പേരുടെയും മൃതദേഹങ്ങൾ വരിവരിയായി ഇവിടേക്ക് വരികയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 30-ന് ഇതുപോലെ വേണ്ടി ബന്ധുക്കളും കുടുംബക്കാരും അവരുടെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു വന്നിരുന്നതെങ്കിൽ അനുവിനെയും നിഖിലിനെയും മണവാട്ടിയായി ഒരുക്കി പുതിയ വണ്ടിയിൽ കൊണ്ടുവന്നിറക്കി സ്വീകരിച്ച് ഇവിടേക്ക് ആനയിച്ചിരുന്നുവെങ്കിൽ ഇന്നും അവർ തന്നെയാണ് അതിഥികൾ. അന്നും അവരായിരുന്നു അതിഥികൾ, അന്നും അവരായിരുന്നു ശ്രദ്ധാകേന്ദ്രം. ഇന്ന് മറ്റൊരു വിധത്തിൽ അവർ അതിഥികളായി, അവർ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന വല്ലാത്ത ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ച. അനുവിൻ്റെ മൃതദേഹം കൊണ്ടുള്ള വാഹനമാണ്, ആംബുലൻസാണ് ആദ്യം വരുന്നത്. അതിന് തൊട്ട് പിന്നിലായി നിഖിലിനെ മൃതദേഹം കൊണ്ടുവരുന്ന വാഹനമുണ്ട്. അതിന് തൊട്ട് പിന്നിൽ 2 പേരുടെയും പിതാക്കന്മാരുടെ, അച്ഛന്മാരുടെ മൃതദേഹങ്ങളുമുണ്ട്. ഇപ്പോൾ മത്തായി ഈപ്പന്റെ മൃതദേഹം ആദ്യം പള്ളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും പിൻഭാഗത്തു നിന്നുള്ള ആംബുലൻസ് മുന്നിലേക്ക് കയറ്റിവിടുകയാണ്. മത്തായി ഈപ്പന്റെ, നിഖിലിന്റെ അച്ഛൻ മത്തായി ഈപ്പന്റെ മൃതദേഹം ആദ്യം കയറ്റുന്നതിന് വേണ്ടി ഏറ്റവും പിന്നിലായിരുന്ന ആംബുലൻസ് മുന്നിലേക്ക് അധികൃതർ കയറ്റിവിടുകയാണ്. 4 പേരെയും ഒന്നിച്ച് കബറടക്കും. കല്ലറകൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ 4 പേരെ സംബന്ധിച്ചിടത്തോളവും ഈ പള്ളിയുമായി അത്രമേൽ വലിയ ബന്ധമുണ്ട്. അത് അവരുടെ ഇടവക എന്നതിനപ്പുറം, അവരുടെ പള്ളി എന്നതിനപ്പുറം, എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ അവർ കൂടിയിരുന്ന ഇടമെന്നതിനപ്പുറം വല്ലാത്തൊരു ബന്ധം അവർക്ക് ഈ പള്ളിയുമായി ഉണ്ട്. പ്രത്യേകിച്ച് നിഖിലിനെയും അതുപോലെ അനുവിനെയും സംബന്ധിച്ച് അവരുടെ കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ അന്തിയുറങ്ങുന്ന മണ്ണാണ്, പള്ളിയാണ് ഇവിടം. ഇപ്പോൾ മത്തായി ഈപ്പന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പള്ളി അങ്കണത്തിൽ കയറുകയാണ് അരുൺകുമാർ. പിന്നാലെ മറ്റോരോരുത്തരുടെയായി മൃതദേഹങ്ങൾ ആംബുലൻസുകൾ പള്ളിയിലേക്ക് കയറുകയും ചെയ്യും. ആംബുലൻസ് വരുമ്പോൾ തന്നെ സ്ത്രീകളടക്കമുള്ളവരുടെ കരയുന്ന കാഴ്ച നമുക്ക് കാണാം. അവരെല്ലാവരും വിതുമ്പുന്ന കാഴ്ച നമുക്ക് കാണാം. പലരുടെയും ഹൃദയം നുറുങ്ങുന്നുണ്ട്, പലരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്, പലരുടെയും ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്, ഹൃദയം പൊട്ടുന്നുണ്ട് പലർക്കും. കാരണം അതിൽ ഒരു സംശയവുമില്ല, മനുഷ്യത്വമുള്ളവർക്ക് ആർക്കും അങ്ങനെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന ഒരു അനുഭവമോ ഒരു സംഭവമോ അല്ല ഇതൊന്നും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 30-ന്, അതായത് 3 ആഴ്ച പോലും ആയിട്ടില്ല ഈ പള്ളിയിൽ ഈ 2 പേരെയും, ഈ 2 കുടുംബക്കാരെയും സന്തോഷത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കയറി, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ കൊടുമുടികളിലേക്ക് കയറിയ 2 കുടുംബങ്ങൾ ഉടനെ അവിടെ നിന്ന് നിലം പൊത്തുന്നത് പോലെ ദുഃഖാർദ്രമായ ഒരു നിമിഷത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം. മത്തായിഫിൻ്റെയും നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹം പള്ളിക്കുള്ളിലേക്ക് കയറ്റി. ഇപ്പോൾ ബിജു പി ജോർജിൻ്റെ മൃതദേഹം, അനുവിൻ്റെ അച്ഛൻ്റെ മൃതദേഹം പള്ളിക്കുള്ളിലേക്ക് കയറ്റുകയാണ്. അന്ന് ഈ അപകടം നടക്കുമ്പോൾ ബിജു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. മക്കളെ 2 പേരെയും വിമാനത്താവളത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുമ്പോൾ ബിജു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഏതോ ഒരു നിമിഷം, ആ ഉറക്കക്ഷീണത്തിൻ്റെ ഏതോ ഒരു നിമിഷം
സമയത്തുണ്ടായ ഒരു ക്ഷീണവും തളർച്ചയും തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതും 4 പേരെയും ഈ ഒരു അപകടത്തിലേക്ക് തള്ളിയിട്ടതും. ബിജുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ആംബുലൻസിൽ സ്ട്രെച്ചറിൽ അവരെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കാഴ്ച, അത് ആർക്കും കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റുന്ന കാഴ്ചകളൊന്നുമല്ല എന്നതിൽ ഒരു സംശയവുമില്ല. വല്ലാതെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാഴ്ചകൾ കാണാനും ഇവരെ ഒരു നോക്ക് കാണാനുമായി എത്തിയിരിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ഒരു സങ്കടക്കടലായി ഒരു നാട് മാറുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 4 പേരുടെയും മൃതശരീരങ്ങൾ നിരനിരയായി നിർത്തുന്ന പള്ളി കുറച്ച് നാളുകൾക്ക് മുമ്പ് അനുവും നിഖിലും ഒരുമിച്ച് കൈപിടിച്ച് ജീവിതത്തിലേക്ക് കടന്ന ഒരു പള്ളി കൂടിയാണ്. അവിടെയാണ് ചേതനയേറ്റ ശരീരങ്ങളായി അനുവും നിഖിലും അവരുടെ ഈ കാർമ്മികത്വത്തിനൊക്കെ നേതൃത്വം വഹിച്ച കാരണവന്മാരായ പപ്പമാരും ചേതനയേറ്റ ശരീരങ്ങളായി എത്തുന്നത്.